ഒരു സിനിമ റിലീസിന് മുൻപേ കോടികൾ വാരുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് വെറും നല്ല കഥയോ സ്റ്റാർ വേലോ കൊണ്ട് മാത്രമല്ല, പക്ക മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടാണ്. ഇന്ത്യൻ സിനിമയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തർ 2 എങ്ങനെയാണ് ഇത്ര വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം. 3 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ട്രെയിലർ പുറത്തിറക്കിയിട്ടും സിനിമയുടെ കഥയെക്കുറിച്ച് ഒരു സൂചന പോലും സംവിധായകൻ ആദിത്യ ധർ നൽകിയിട്ടില്ല. ഈ മിസ്റ്ററി മാർക്കറ്റിംഗ് പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന കൗതുകം ചെറുതല്ല. നിങ്ങളുടെ ബിസിനസ്സിലും ഇത്തരം സസ്പെൻസ് എലമെന്റ്സുകൾ കൊണ്ടുവരുന്നത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനായിട്ട് സഹായിക്കും. ദുരന്തറിനോട് ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടാൻ പേടിച്ച് യഷിന്റെ ടോക്സിക് ഉൾപ്പെടെയുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ പോലും റിലീസ് തീയതി മാറ്റിവെച്ചു. ഇതോടെ മാർച്ച് 19 എന്ന തീയതി ദുരന്തർ എന്ന ബ്രാൻഡ് കൈക്കലാക്കി. ഇതിനെയാണ് മാർക്കറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗം 1400 കോടി നേടി ചരിത്രം കുറിച്ചതാണ്. രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ തുടങ്ങിയ വൻ താരനിരയെ അണിനിരത്തി തങ്ങളുടെ ബ്രാൻഡ് വാല്യൂ നിലനിർത്താൻ അവർക്ക് സാധിച്ചു. സിനിമയായാലും ബിസിനസ് ആയാലും കൃത്യമായ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ എതിരാളികൾക്ക് പോലും വഴിമാറേണ്ടി വരും. മാർച്ച് 19 ദുരന്തർ 2 ചരിത്രം കുറിക്കുകയോ? നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? കമന്റ് ചെയ്യൂ.